ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡ് SCERTയിൽ ആറ്റത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആറ്റം എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ആറ്റത്തിനെ പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റുള്ളൂ. എന്താണ് ആറ്റം? ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പദാർത്ഥങ്ങളുണ്ടല്ലേ. ആ പദാർത്ഥങ്ങളും തന്മാത്രകളെന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളും കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുപാടിലുള്ള എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളെന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ തന്മാത്രകളെ നമുക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റും. ഈ തന്മാത്രകൾ നമുക്ക് വീണ്ടും ചെറുതാക്കാം. അതിൽ നിന്ന് കിട്ടുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്രകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. ഇപ്പം നമ്മുടെ ഒരു ചെറിയൊരു മുട്ടുസൂചി എടുത്താൽ അതിലുമുണ്ട് എന്ത്? അതിസൂക്ഷ്മമായ ആറ്റങ്ങൾ. അപ്പോൾ കണികകൾ, തന്മാത്രകൾ ഈ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന ഓരോ തന്മാത്രകളാണ്. പദാർത്ഥങ്ങളും തന്മാത്രകളെന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ് ഈ നിർമ്മിച്ചിരിക്കുന്നത്. ഈ അതിസൂക്ഷ്മ കണികകളാണ് ആറ്റങ്ങൾ എന്ന് പറയും. തന്മാത്രകൾ നമുക്ക് വീണ്ടും ചെറുതാക്കാം. അതിസൂക്ഷ്മ കണികകളാണ് എന്ത്? ആറ്റങ്ങൾ. ഇപ്പം ഈ ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത് എന്താണ്? അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റത്തെക്കുറിച്ചും പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നതിനായിട്ട് 1807, അതായത് 1807 അതിൽ 1807 ജോൺ ഡാൾട്ടൺ എന്ത് ആവിഷ്കരിച്ചു? ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. 1807 ജോൺ ഡാൾട്ടൺ ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. അപ്പോൾ നമുക്കറിയാം, ആറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ജോൺ ഡാൾട്ടനെ ഓർമ്മ വരണം. ആറ്റം, ജോൺ ഡാൾട്ടൺ, 1807 ആറ്റോമിക സിദ്ധാന്തം. ഇത്രയും കണക്ട് ചെയ്ത് നമ്മൾ നോട്ടിൽ കുറിച്ച് വയ്ക്കാം. എന്താണ്? ആറ്റം, ജോൺ ഡാൾട്ടൺ 1807 ആറ്റോമിക സിദ്ധാന്തം അത് ആവിഷ്കരിച്ചു. ഒന്നുകൂടി പറയാം, 1807 ജോൺ ഡാൾട്ടൺ ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ആ ഒരു ആറ്റം സെക്ഷൻ എന്താണ് എന്നുള്ളത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തം. ഇടയ്ക്ക് ഓരോ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്, ക്ഷമിക്കുക. അപ്പം ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തം എന്താണെന്ന് നോക്കാം. യുക്തിചിന്തയിൽ അധിഷ്ഠിതമായ ചില കാഴ്ചപ്പാടുകളാണ് ജോൺ ഡാൾട്ടൺ മുന്നോട്ട് വെച്ചത്. ജോൺ ഡാൾട്ടൺ മുന്നോട്ട് വെച്ചത് എന്താണ്? യുക്തിചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകൾ പങ്കുവെച്ചിട്ടുണ്ട്. എന്താണ്? ഇതിന് പരീക്ഷണ നിരീക്ഷണങ്ങളുടെയോ ശാസ്ത്രീയമായ തെളിവുകളുടെയോ പിൻബലം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും പദാർത്ഥ നിർമ്മിതിയുടെ അടിസ്ഥാനത്തെക്കുറിച്ച് അവയുടെ സവിശേഷതയെക്കുറിച്ചും ഏറെക്കുറെ യുക്തിസഹമായ വിശദീകരണം നൽകാൻ ഈ സിദ്ധാന്തത്തിന് കഴിഞ്ഞു. അതായത് എന്താണ് ഈ പദാർത്ഥ നിർമ്മിതിയിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്, ഈ ആറ്റത്തിനുമായി സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. ജോൺ ഡാൾട്ടൺ എന്നാണ് ജനിച്ചത്? 1866 ജനിച്ചു. 1844 മരണമടഞ്ഞു. 1807 ഈ ജോൺ ഡാൾട്ടൺ ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജോൺ ഡാൾട്ടൺ. ഇദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരസുഖമുണ്ടായിരുന്നു. അതിനാൽ ഈ അസുഖം ഡാൾട്ടണിസം, അതായത് വർണ്ണാന്ധത എന്നാണ് അതിന് പേര്, ആ അസുഖത്തെ ഡാൾട്ടണിസം എന്നും പറയും. ഇത്രയും കാര്യങ്ങൾ ജോൺ ഡാൾട്ടണിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആറ്റോമിക സിദ്ധാന്തം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനുപരി നമ്മൾ അതിലെ പ്രധാന ആശയങ്ങൾ മനസ്സിലാക്കി നമുക്കത് വേഗം മനസ്സിലാവും. എന്താണ് പ്രധാന ആശയം? എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. നമ്മൾ പറഞ്ഞ പോലെ എല്ലാ പദാർത്ഥത്തിലും ആറ്റമുണ്ട്. ഒന്നാമത്തെ കാര്യം. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ഇപ്പോൾ രാസപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരാറ്റത്തെ അങ്ങോട്ട് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കില്ല. അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആറ്റത്തെ വിഭജിക്കാനോ അതുപോലെ നിർമ്മിക്കാനോ അതല്ലെങ്കിൽ നശിപ്പിക്കാനോ കഴിയില്ല എന്നാണ് ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തത്തിലെ രണ്ടാമത്തെ ആശയം. മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. അതായത് ഒരേപോലെ ആയിരിക്കും.
ഒരു മൂലകം, ഇപ്പോൾ ഓക്സിജനിലെ ആറ്റങ്ങളെല്ലാം ഗുണമായാലും നിറമായാലും വലുപ്പമായാലും മാസ്സായാലും ഒരുപോലെ ആയിരിക്കും. അതുപോലെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ, ഹൈഡ്രജനും ഓക്സിജനും ഒരു എക്സാമ്പിൾ എടുക്കാം. അതിലെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസുമുള്ളവയായിരിക്കും. അത് ഓക്കെ, മനസ്സിലായില്ല? അതായത് ഓക്സിജൻ്റേതായ ഒരു ഗുണവും വ്യത്യാസമുണ്ട്, ഹൈഡ്രജൻ്റേതായിട്ടുള്ള ഗുണവും മാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും വ്യത്യസ്തമായിരിക്കും, അവരുടെ രണ്ടുപേരുടെയും സ്വഭാവം. ഇപ്പോൾ ഒരാളെ എടുത്തിട്ടുണ്ടെങ്കിൽ ആളുടെ ഗുണവും വലിപ്പം മാസ് സമാനമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനം. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണം മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്? രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ, മൂലകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ ഒക്കെ എടുക്കുക. ആ മൂലകങ്ങളുടെ അതിൻ്റെയൊക്കെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിപ്പിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആറ്റം സിദ്ധാന്തത്തിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഫസ്റ്റ് വൺ, എല്ലാ പദാർത്ഥങ്ങളിലും ആറ്റമുണ്ട്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഒരേ മാസ്, വലിപ്പം, ഗുണം ആയിരിക്കും. അതുപോലെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത ഗുണവും മാസും ഒക്കെ ആയിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഇവ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിപ്പിച്ചാണ് ഈ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി ചില ശാസ്ത്രജ്ഞന്മാരും അവരുടെ പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ഉണ്ട്. അത് പക്ഷേ ഈ ഒരു ഇതിൽ പറയുന്നില്ല ഞാൻ, കാരണം എല്ലാം കൂടി ആകെ കൺഫ്യൂഷനാകും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ജോൺ ഡാൾട്ടൺ മനസ്സിൽ ഉറപ്പിക്കുക. 1807 ജോൺ ഡാൾട്ടൺ ആറ്റോമിക സിദ്ധാന്തം, അതിൻ്റെ ആശയങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മറ്റ് ശാസ്ത്രജ്ഞന്മാരുണ്ട്, അവരുടെ കാര്യങ്ങളും കൂടി നോക്കണം. അത് അറിയാതെ അപ്പുറത്തോട്ട് പോകാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ജസ്റ്റ് പറയാം. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഓക്കെ, ഇതിപ്പം എത്ര മിനിറ്റ് ആയി നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു 8 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നൊരു വീഡിയോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ്സിൽ നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് തീരെ കുറവാണ്, ന്യൂക്ലിയസിന് പുറത്തായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് ഈ ന്യൂക്ലിയസ് എന്നുള്ളതൊക്കെ ഈ ശാസ്ത്രജ്ഞന്മാർ ഫുൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ദിവസവും ഓരോ ശാസ്ത്രജ്ഞന്മാർ പഠിച്ചു പോയാൽ മനസ്സിൽ ഉറപ്പിക്കാം. അപ്പോൾ ഇന്നിപ്പം ആറ്റവും അതിൻ്റെ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോണും ആറ്റോമിക സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ന്യൂക്ലിയസിന് പുറത്തായി കാണപ്പെടും, മാസ് തീരെ കുറവ്, നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിന്. പ്രോട്ടോൺ ആണെങ്കിൽ പോസിറ്റീവ് ചാർജാണ്, മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്, ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, മാസ് കുറവ്, ന്യൂക്ലിയസിന് പുറത്ത്. പ്രോട്ടോൺ ആണെങ്കിൽ പോസിറ്റീവ് ചാർജ്, മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്, ന്യൂക്ലിയസിൽ കാണുന്നു. മാസ് കുറവാണ് ഇലക്ട്രോണിന്, പക്ഷേ പ്രോട്ടോണിന് മാസ് ഹൈഡ്രജൻ്റെ ആറ്റത്തിന് തുല്യമാണ്. ന്യൂട്രോണിനാണെങ്കിൽ ചാർജ് ഇല്ല, മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. അപ്പോൾ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമായതാണ് പ്രോട്ടോണും ന്യൂട്രോണും. മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. ന്യൂട്രോൺ ന്യൂക്ലിയസിലാണ് കാണുന്നത്. ന്യൂട്രോൺ എവിടെ കാണുന്നു? ന്യൂക്ലിയസിൽ കാണുന്നു. അപ്പം ന്യൂട്രോണും പ്രോട്ടോണും ന്യൂക്ലിയസിലാണ് കാണുന്നത്. അതുപോലെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ് ന്യൂട്രോണും പ്രോട്ടോണും. പോസിറ്റീവ് ചാർജാണ് പ്രോട്ടോണ്, പക്ഷേ ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ ഇലക്ട്രോൺ മാത്രമാണ് ഒരു ഡിഫറൻഷ്യേറ്റ് ആയിട്ട് കുറച്ചുകൂടി നിൽക്കുന്നത്. ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്, അതുപോലെ മാസ് തീരെ കുറവാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1837 ഒരു ഭാഗമാണ്. മാസ് തീരെ കുറവാണ് ഇലക്ട്രോണിന്. ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ്
ഇന്ന് പറയുന്നത്.